അപ്പോൾ ഞാൻ ലേറ്റസ്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മളൊരു ഫ്രെയിം ഹോളിവുഡ് സ്റ്റൈലിൽ കളർ ഗ്രേഡ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സിമ്പിളായിട്ട് 2-3 നോഡുകൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രേഡ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഗ്രേഡ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്നൊന്ന് കാണും. ഇത് നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊരു മെയിനായിട്ടൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ആ പോയിന്റ് നിങ്ങൾ മനസ്സിൽ വച്ചതിന് ശേഷം മാത്രമേ ഗ്രേഡ് ചെയ്യാവുള്ളൂ. അതിന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ലെങ്തായി പൊയ്ക്കൊണ്ടേയിരിക്കും, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗ്രേഡ് എങ്ങനെയാണെന്നുള്ളത് കണ്ടതിന് ശേഷം ഞാൻ ആ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ആദ്യമായിട്ട് ഞാനൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ആ നോഡ് എടുത്തതിന് ശേഷം നിങ്ങൾ കളർ വീലിലോട്ട് പോകണം. കളർ വീലിൽ പോയിട്ട് അതേ ലോഗ് വീലുണ്ട്, ലോഗ് വീലിൽ തന്നെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ആ ലോഗ് വീലിൽ നിങ്ങൾ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ചേഞ്ചിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലേ. അതിനുശേഷം നിങ്ങൾ എഫക്റ്റിൽ പോയിട്ട് ഇപ്പോൾ കളർ സ്പേസ് ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ വന്നു, അതിൽ ഇൻപുട്ട് സ്പേസ് കളർ ഉണ്ടോ നിങ്ങൾ, അതിൽ ഞാൻ പോയിട്ട് ഞാൻ ഏത് ലോഗിലാണ് ഷൂട്ട് ചെയ്തതെന്നുള്ള അത് നിങ്ങൾ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതുപോലെ നിങ്ങൾ ഏതിലാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ആഡ് ചെയ്യണം. ആ നോഡിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചാനലിൽ പോയിട്ട് ചാനൽ 2 ഞാൻ ഓഫ് ചെയ്തു. നിങ്ങൾ ചാനൽ 2 ഓഫ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആ സെയിം നോഡില്ലേ, ആ ചാനൽ ഓഫ് ചെയ്ത ആ സെയിം നോഡിൽ സാറ്റുറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ആ നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈമറി കളർ വീലിലോട്ട് പോവുകയാണ്. ഓക്കെ, പ്രൈമറി കളർ വീലിൽ ഞാൻ ലെഫ്റ്റ് കണ്ടോ നിങ്ങൾ, ആ ലെഫ്റ്റിന് ഞാൻ ആ ഒരു ബ്ലൂ ലൈൻ കണ്ട, ബ്ലൂവും ആ ഒരു ഗ്രീനും കണ്ട, അതിൻ്റെ 2ൻ്റെ നടുക്ക് വേണം നിൽക്കാൻ. അതിൻ്റെ 2ൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പോലെ ഞാൻ കളർ ബാലൻസ് ചെയ്ത് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു കുറച്ച് കളർ ബാലൻസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു വ്യത്യാസം. നമുക്ക് ആ ഒരു ഫേസിൽ ആ ഒരു കളർ നമുക്ക് ഒരു ഓറഞ്ച് കളർ കയറി വേണം. അത് ഞാൻ ഗാമ അഡ്ജസ്റ്റ് ചെയ്തു. ഗാമ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ഫേസും തമ്മിലുള്ള വ്യത്യാസം മാറി വരും. നിങ്ങൾ ആ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയൊരു നോഡ് എടുത്ത ശേഷം നിങ്ങൾ ആ വാല്യൂ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഓഫ്സെറ്റിലോട്ട് പോവുകയാണ്. ഓഫ്സെറ്റിൽ അതേപോലെ തന്നെ നമുക്ക് ഏത് ടോണാണ് വേണ്ടത്, ഇവിടെ നമുക്ക് ബ്ലൂവും ഗ്രീനുമാണ് വേണ്ടത്. സോ നമ്മൾ ആ ഒരു വാല്യൂ അതുപോലെ ബ്ലൂവിൻ്റെയും ഗ്രീനിൻ്റെയും നടുക്ക് വയ്ക്കുകയാണ്, എന്നാൽ മാത്രം നമുക്ക് ആ ഒരു കളർ ടോൺ കിട്ടുള്ളൂ. ഞാനിതിൽ ആകെ ഈ ഒരു കളർ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 വീലും ഒരു കോൺട്രാസ്റ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്തോളൂ. പ്രൈമറി കളർ വീലിൽ വേണം ലെഫ്റ്റും ഗെയിനും ഓഫ്സെറ്റും, ഈ 3 സാധനമാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അതിൽ ലെഫ്റ്റിലും ഓഫ്സെറ്റിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ഇടയ്ക്കാണ് ഈ സാധനം നിർത്തിക്കുന്നത്. അതിനർത്ഥം എനിക്ക് ആ ഒരു കളർ ടോൺ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂവും ഗ്രീനും മിക്സായി നിന്നാലേ ആ ഒരു കളർ ടോൺ നമുക്ക് കിട്ടുള്ളൂ. സോ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴും അതേ കണക്ക് ചെയ്യുക. ഇപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെയിം ഗ്രേഡ് നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈറ്റിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. ബിക്കോസ് ഇത് ഞാൻ ഗ്രേഡ് ചെയ്ത സമയത്ത്, ലൈറ്റിങ്ങും ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഈ ഒരു ലൈറ്റിങ്ങിൽ എനിക്ക് ഈ ഒരു ഗ്രേഡ് വേണം എന്ന് എൻ്റെ മൈൻഡിലുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു ലൈറ്റിങ് അങ്ങനെ ചെയ്ത് ഈ ഒരു ഗ്രേഡിലോട്ട് ആക്കിയെടുത്ത ആ വീഡിയോനെ. അപ്പോൾ ഞാൻ പറഞ്ഞ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഗ്രേഡിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് മേ ബി നിങ്ങൾ ആ ഒരു നൈറ്റ് ആംബിയൻസിൽ അങ്ങനെ ഒരു ലൈറ്റിങ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റൈല് പിടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഗ്രേഡിങ് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും, ഈ കളർ ഗ്രേഡ് ചെയ്യാൻ പാടാണോ? കളർ ഗ്രേഡ് ചെയ്യാൻ സിമ്പിളാണ്. അത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോഷോപ്പിൽ കളർ ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഡാവിൻസി ഒരു വിഷയമല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാം. അതെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും ജസ്റ്റ് അതും കൂടെ ഒന്ന് കണ്ടുപോകും.